ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്ലോഗ് ടീൽസ് ബൈ ആദർശ. സോ ഇന്നത്തെ വീഡിയോ കുറെ പേര് ചോദിച്ച വീഡിയോ ആണ്. +2ലേക്ക് പോകുന്നതിന് മുമ്പുള്ള സാധനങ്ങൾ വാങ്ങുന്നതും അല്ലെങ്കിൽ എന്റെ സ്റ്റേഷനറി ഹോൾ വീഡിയോ ഒക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, ഞാൻ ഒരു സാധനവും പുതിയതായിട്ട് വാങ്ങുന്നില്ല. കാരണം പേന, പെൻസില് കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഓൾമോസ്റ്റ് ഉണ്ട്. ബുക്സ് വേണം, പിന്നെ ഒരു ചെരുപ്പ് വാങ്ങണം, പിന്നെ ഒന്ന് ചില പരിപാടികളുണ്ട്. അപ്പൊ ഞാൻ എന്നാൽ അതൊരു വ്ലോഗ് ആക്കി എടുക്കാം, സിൻസ് എല്ലാവരും ചോദിച്ചുണ്ട്. ആൻഡ് എന്റെ കയ്യിലുള്ള ഓൾറെഡി ഞാൻ +1 പോണയ്ക്ക് മുമ്പ് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സെയിം സാധനങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കാത്തതുണ്ട്. സോ അത് തന്നെയാണ് ഞാൻ ഇപ്രാവശ്യം കൊണ്ടുവന്ന. ബട്ട് സ്റ്റിൽ ഞാൻ ഓവറോൾ കാണിച്ചു തരാം എന്തൊക്കെയാണുള്ളത്. സോ അപ്പോൾ കാര്യമായിട്ട് എനിക്കൊരു ഹോൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ +1 വ്ലോഗ് കണ്ടാൽ മതി. അപ്പൊ നമ്മള് ഷോപ്പിങ്ങിന് പോവാണ്. അപ്പോ സ്പെക്സ് വെറുതെ വെച്ചതാണ്. സിൻസ് ഇതെന്റെ ലാസ്റ്റ് ഇയർ ആയതുകൊണ്ട്, അതായത് ലാസ്റ്റ് ടൈമാണ് ഞാൻ സ്കൂൾ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകുന്നത്. സോ ഇറ്റ്സ് സോ സ്പെഷ്യൽ. അപ്പൊ നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാം. നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് സുഡിയോയിലേക്കാണ്. സുഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് പോയത് ചെരുപ്പ് നോക്കാനാണ്. ആൻഡ് കൂടെ നമ്മൾ ജസ്റ്റ് ഡ്രസ് കളക്ഷൻസ് ഒക്കെ നോക്കിയായിരുന്നു. ബട്ട് എനിക്ക് പറ്റിയൊന്നും ഉണ്ടായില്ല. ബില്ലടിക്കാൻ നിൽക്കുമ്പോഴാണ് ഈ ഒരു സാധനത്തിന്റെ കണ്ണിൽ പെട്ടത്. ആൻഡ് ഇതിന്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അതങ്ങനെ എടുത്തു. ആൻഡ് സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞ് നമ്മൾ ബുക്കും പേനയും സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് അടുത്തുള്ളൊരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോവാണ്. ഞാൻ അവിടെ എത്തി കുറേ ബുക്കുകൾ കണ്ടപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഏതൊക്കെ സബ്ജക്റ്റിന് എത്ര പേജൊക്കെ വേണം എന്നുള്ളത്. ഞാൻ അവിടെ തന്നെ ഇരുന്ന് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ വേണ്ട ബുക്കുകളൊക്കെ നോക്കാണ്. ആൻഡ് ഈ കണ്ണ പൗച്ചസ്, നെയിം സ്ലിപ്പ് ഇതൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. എനിക്ക് നല്ല ചോട്ടാ ഭീമിന്റെ ബുക്ക് കിട്ടിയായിരുന്നു. ഞാനപ്പോൾ മാക്സിമം ചോട്ടാ ഭീമിൽ നിന്ന് എടുക്കുകയാണ്. നമ്മൾ ഈ ഷോപ്പിങ്ങിന് ഇറങ്ങുന്ന ദിവസം ഭയങ്കര വെയിലായിരുന്നു. ആൻഡ് എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു നാരങ്ങ കുടിച്ച് വീട്ടിലെത്തി. ഗൈസ്, നമ്മളിപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ ബ്രോഡ്വേന്ന് ഒന്നും അല്ല മേടിച്ചേക്കുന്നത്. കാരണം ഫോർ ദ ഫസ്റ്റ് ടൈം ഞാൻ ഇപ്പോഴും, ഇതിനു മുമ്പ് 10th +1 അല്ലെങ്കിൽ ഇത്രയും നാളും എന്ത് സാധനം ഉണ്ടെങ്കിലും കുറെ സാധനം ഉണ്ടാവാറുണ്ട് സാധാരണ, ബ്രോഡ്വേയിൽ പോയിട്ടാണ് എല്ലാം വാങ്ങാറുള്ളത്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ സുഡിയോ പോയി ഒരു ചെരുപ്പ് വാങ്ങാൻ പോയതാണ്. സുഡിയോ പോയി ഒരു ചെരുപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എന്താ വാങ്ങാനുള്ളത്? ജസ്റ്റ് നോട്ട്ബുക്സ് മാത്രം, പിന്നെ ഒരു പേനയുടെ സെറ്റ് വേണം, വേറെ ഒന്നും എനിക്ക് വേണം, ഒന്നും. അപ്പൊ അവിടെ നിന്ന് ബ്രോഡ്വേ പോയി. വെയില് ഇന്ന് ഇത്രയും ദിവസം മഴക്കാറായിരുന്നു. ഇന്ന് ഞങ്ങൾ ഇറങ്ങാൻ വിചാരിച്ച ദിവസം ഭയങ്കര വെയില്, ഭയങ്കര നഷ്ടക്കച്ചവടമാണ്. വെറുതെ വെയിലത്ത് പോകണ എനിക്ക് അത്ര വലിയ ഇതായിട്ട് തോന്നില്ല. അപ്പൊ പിന്നെ അടുത്തുള്ളൊരു ഹൈപ്പർ മാർക്കറ്റിൽ ചെന്നിട്ടാണ് ഞാൻ സാധനങ്ങൾ മൊത്തം മേടിച്ചിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ബുക്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്തായാലും ഓവറോൾ എന്തൊക്കെയാണ് ഞാൻ +2 വേണ്ടി യൂസ് ആക്കാൻ പോകുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കൊട, ബാഗ്, കുപ്പി എല്ലാം സെയിം തന്നെയാണ്. കാരണം 10th കഴിഞ്ഞ് +1 പോകുമ്പോൾ എല്ലാം പുതിയത് വേണം എന്നൊരു ആശയുണ്ടായിരുന്നു. ഫസ്റ്റ് സ്റ്റുഡിയോന്ന് മേടിച്ച് കാണിച്ചിരുന്നു. സ്റ്റുഡിയോന്ന് ഈ ഒരു ചെരുപ്പാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ട് വേണ്ടിയിട്ട് ഒരു ചെരുപ്പ് പുതിയത് ഒരെണ്ണം മേടിച്ചാണ്. ഓൾറെഡി എൻ്റെ കുറച്ചുണ്ട്. +1 യൂസ് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് ഉപയോഗിച്ച ചെരുപ്പ്. അപ്പൊ പിന്നെ ഞാൻ വെച്ചു പുതിയത് എടുക്കാൻ. പക്ഷെ അതിനാണ് നമ്മൾ സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടായിരുന്നത്. ചെരുപ്പ് മേടിച്ചു. പിന്നെ ഈ ഒരു വെറ്റ് വൈപ്സ് കേട്ടോ, ഇതും മേടിച്ചു. എന്റെ കയ്യിൽ സുഡിയോയിൽ 10th പഠിക്കുന്ന സമയത്ത് ഞാൻ സുഡിയോന്ന് ഇതേപോലത്തെ ഒരു വെറ്റ് വൈപ്സ് മേടിച്ചു. അന്നത് ഇങ്ങനെ കണ്ട് ഉപയോഗിക്കാണ്ടിരിക്കുന്ന ഒരു മാതിരി ഒരു ഇതില്ലേ വെച്ചാൽ, നല്ല ഭംഗി, ഉപയോഗിക്കുക. അങ്ങനെ വെച്ച് ആകെ 2 ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയപ്പോൾ അതിന്റെ ഡേറ്റ് കഴിഞ്ഞിക്കണം. അപ്പൊ ഞാൻ പുതിയ ഒരെണ്ണം മേടിച്ചു. ഇത് ഞാൻ കണ്ട നല്ല പാക്കിംഗ് അല്ലേ, ഇത് കണ്ട് ഇങ്ങനെ ഇരിക്കാൻ എനിക്ക് ഇഷ്ടം. ഇതാണ് ഞാൻ ഇപ്പോ കറന്റ്ലി മേടിച്ച സാധനങ്ങള്. ഒന്ന് എന്റെ സാധാരണ ജെൽപേന. ഞാൻ എപ്പോഴും ജെൽപേന യൂസ് ആക്കിയിട്ടാണ് മിക്കപ്പോഴും എഴുതണം. കാരണം ഇതാണ് എനിക്കൊരു കംഫർട്ട്. എസ്പെഷ്യലി ഈ ഒരു ബ്രാൻഡിന്റെ. ഇത് ഞാൻ 10th തൊട്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്, ഈ ഗ്ലാസ് ജെല്ല്. 10 എണ്ണത്തിന്റെ എന്റെ കയ്യിൽ ഓൾറെഡി 5 എണ്ണത്തിന്റെ ഇരിപ്പുണ്ട്. ബാക്കി നമ്മൾ എക്സാം ടൈമിൽ ഇത് മേടിച്ചിട്ട് ബാക്കി 5 എണ്ണം ഇരിപ്പുണ്ട്. സോ അപ്പൊ ഞാൻ ഒരു പുതിയ പെട്ടിയും കൂടെ മേടിച്ചു. പിന്നെ റബ്ബർ. ഈ റബ്ബർ ഞാൻ ഇപ്പൊ മേടിച്ചല്ല, കഴിഞ്ഞ കൊല്ലം +1 വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ആ ടൈമിൽ മേടിച്ചാണ്. ഈ കിവിയും മാംഗോ ഉണ്ടായിരുന്നു. മാംഗോ ആണ് ഞാൻ +1 മൊത്തം ഉപയോഗിച്ചു. കിവിയാണ് ഇത്തവണ യൂസ് ആക്കുന്നത്. റബ്ബറൊന്നും അധികം യൂസ് വരുന്നില്ല. പിന്നെ ഈ പെൻസില് എനിക്ക് നാട്ടിൽ പോയപ്പോ വിച്ച് തന്നാണ്. വിച്ച് ഞാനൊരു റിലേറ്റീവിന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് അവനൊരു പെട്ടി നിറച്ചു കൊടുത്തു. ദുബായ് എന്തോ ആണ്. അപ്പൊ അതിൽ നിന്ന് എനിക്ക് ഒരെണ്ണം അവൻ നന്നാണ്. കണ്ടോ, ഞാൻ കഴിഞ്ഞെല്ലാം മേടിച്ചതാണ്. ഇതൊരു ഉപയോഗിച്ചിട്ടില്ല. കഴിഞ്ഞെല്ലാം ഞാൻ 2 പൗച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം ഉപയോഗിച്ച് അതിന്റെ കളറൊക്കെ അഴുക്കായി. ഇത് ഉപയോഗിക്കാണ്ട് വെച്ചതാണ്. പക്ഷേ ഇത് ഉപയോഗിക്കാണ്ട് വെച്ച് ഇത് പൊടി പിടിച്ചു. ഒന്ന് കഴുകി എടുക്കണം. കണ്ടോ, കുറച്ചൊന്ന് ഒരു പൊടിയുണ്ട്. ഉപയോഗിക്കാണ്ട് അങ്ങനെ വെച്ചിട്ട് അതൊന്ന് കഴുകി എടുക്കണം. ഇതാണ് ഞാൻ
പൗച്ച് യൂസ് ആക്കുന്നത്. പൗച്ചൊക്കെ ആദ്യം ഒരു ഭംഗിക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഞാൻ പേന, പെൻസിൽ, സ്കെയിലൊക്കെ എൻ്റെ പോക്കറ്റിൽ വെക്കും, കോട്ടിൽ, അവിടെ എങ്ങനെ ഇരിക്കും. അതാണ് പണി. ഇപ്പം പിന്നെ അതൊക്കെ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് ബുക്സ്. ഇത്തവണ ഞാൻ പൊതിയണ്ടെന്നാണ് വിചാരിക്കുന്നത്. കാരണം കഴിഞ്ഞ കൊല്ലം ഞാൻ പൊതിഞ്ഞ നെയിം സ്ലിപ്പൊക്കെ ഇട്ട് കുട്ടപ്പനായി കൊണ്ടുപോയപ്പോൾ ആരും പൊതിഞ്ഞിട്ടും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരു സന്തോഷത്തിന് കുഞ്ഞാണ്. പൊതിയാനുള്ള പേപ്പറും നെയിം സ്ലിപ്പൊക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ റോള് തന്നെ ഇരിപ്പുണ്ട്. അപ്പൊ ഇത്തവണ അതൊന്നും മേടിച്ചില്ല. അതുകൊണ്ട് ഞാൻ നല്ല പടമുള്ള ബുക്ക് നോക്കിയെടുത്തു. സാധാരണ പേപ്പർ ഇതാണ് വാങ്ങാറുള്ളത്, പക്ഷെ അതിലൊരു പടമില്ല. ഞാൻ ക്ലാസ്മേറ്റിന്റെ ഇത് വാങ്ങിച്ചു. 2 ചെറിയ ബുക്ക് മേടിച്ചു. അതുപോലെ ബാക്കിയൊക്കെ ചോട്ടാ ഭീമാണ് മേടിച്ചത്. ബിക്കോസ് ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് ചോട്ടാ ഭീം. ലൈക്ക് എന്റെ ചൈൽഡ്ഹുഡ് ഫേവറേറ്റ് ആണ്. ഞാൻ ഇപ്പോഴും കാണും ചോട്ടാ ഭീം. ഞാൻ ഇപ്പോഴും ഇടയ്ക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിരുന്ന് കാണും. ഭയങ്കര ഇഷ്ടമാണ് ചോട്ടാ ഭീം. അപ്പൊ ഞാൻ ചോട്ടാ ഭീമിന്റെ ഇതാണ് മേടിച്ചെടുത്തത്. കറന്റ് ഇത്രയേ ഉള്ളൂ എന്റെ കയ്യിലുള്ള സാധനങ്ങൾ. ഇതൊക്കെ തന്നെയാണ് ഞാൻ പ്ലസ് 2 കൊണ്ടുവന്നത്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാകും 10th അല്ലെങ്കിൽ പ്ലസ് 2 ഒക്കെ പോകുന്നവർക്ക്. കാരണം ഓൾറെഡി നമ്മളുടെ കയ്യിലുള്ള സാധനങ്ങളായിരിക്കും നമ്മൾ യൂസ് ആക്കുന്നത്. പുതിയതായിട്ടൊന്നും വാങ്ങാനില്ല. പിന്നെ നിങ്ങളെ വീഡിയോ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അവിടെ നിന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ കിട്ടാണോ. സോ പിന്നെന്താ, എനിക്ക് അത്ര വലിയ എക്സൈറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ദിസ് ഇസ് ഗോയിങ് ടു ബി ദ ലാസ്റ്റ് ഇയർ. ലൈക്ക് ഒരു സ്കൂൾ ലൈഫിന്റെ എൻഡാണ് പ്ലസ് 2. പണ്ടത്തെ പോലെ വലിയ എക്സൈറ്റ്മെന്റോ സാധനങ്ങൾ വാങ്ങുന്നതിന്റോ സ്കൂൾ തുറക്കുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതും കൂടെ കഴിഞ്ഞു. അങ്ങനത്തെ ഒരു ഫീലാണ്. പിന്നെ കുറെ പേര് ചോദിച്ചു പഠിച്ചു തുടങ്ങിയിട്ടുണ്ടോന്ന്. പഠിച്ചു തുടങ്ങണം. മാത്സ് മാത്രമാണ് ഇപ്പൊ ഞാൻ പഠിച്ചു തുടങ്ങാൻ പ്ലാൻ. കാരണം മാത്സ് ആണ് ഞാൻ പ്ലസ് 1 ഫൈനൽ എക്സാമിന് കടന്ന് എണ്ണ വരച്ചത്. അതുകൊണ്ട് മാത്സ് മാത്രമേ ഞാൻ തുടങ്ങുള്ളൂ പഠിച്ചു തുടങ്ങാനാണെങ്കിൽ തന്നെ. വേറെ ഒന്നും പഠിച്ചു തുടങ്ങാൻ ചാൻസ് ഇല്ല. പിന്നെ എനിക്ക് ടെക്സ്റ്റ് ബുക്സ് ഒന്നും കിട്ടിയിട്ടില്ല. ടെക്സ്റ്റ് ബുക്സ് ഒക്കെ നോക്കിക്കണം. ഒരു വെക്കേഷൻ ഡേ ഇൻ മൈ ലൈഫ് എന്തായാലും പോസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ സ്കൂൾ ഓർക്കുന്നതിന്റെ പ്രിപ്പറേഷൻസ് അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ ഓഫ് പ്ലസ് 2 എല്ലാം പോസ്റ്റ് ചെയ്യുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ്. അപ്പൊ അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.